ഹായ് ഹലോ. രാവിലെ തന്നെ അപ്പുക്കുട്ടൻ നല്ല കരഞ്ഞിട്ടാണ് എണീറ്റ് വരുന്നത്. വേറൊന്നുമല്ല, സ്കൂളിൽ പോണില്ല എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാ ദിവസവും ഇതുപോലൊന്നും അല്ല, എങ്കിലും ചില ദിവസങ്ങളിൽ പിള്ളേരല്ലേ കുറച്ച് മടിയൊക്കെ കാണും. എങ്കിലും ഞാൻ ഒരുവിധം പറഞ്ഞ് സ്കൂളിൽ പോവാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, ഇപ്പോൾ ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടിരിക്കുമല്ലോ. ഇന്ന് അവന് എക്സാം ഇല്ല, അതുകൊണ്ടാണ് തലേന്ന് ഞാൻ പഠിപ്പിക്കാണ്ടിരുന്നത്. പക്ഷെ അവൻ പറയുന്നു ഇന്ന് അവൻ എക്സാം ഉണ്ട്, ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് പോണില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരുവിധം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ഓട്ടപ്പാച്ചിൽ കൊണ്ടുപോകാനും കഴിക്കാനുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്ത് സ്കൂൾ ബസ് കയറ്റി വിടാനാക്കി റെഡിയാക്കി നിർത്തിയേക്കാം. ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ ദാണ്ടെ അപ്പവും കുഞ്ഞാപ്പും കൂടി അവിടെ നിന്ന് കളിക്കുകയാണ്. കുഞ്ഞാപ്പും ഉണ്ട്, ചേച്ചിയുടെ മോനാണേ. രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണേ കാണുന്നത്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ചെടികളും പൂക്കളും കുറവാണെങ്കിലും അപ്പുറത്തേത് നമുക്ക് കാണാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അതെനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു വ്യൂ വലിയ ഇഷ്ടമാണ്. രണ്ടുപേരുടെയും കളിയും ചിരിയും കണ്ടാൽ വിചാരിക്കും രണ്ടുപേരും ചങ്കും ആണെന്ന്. പക്ഷേ നല്ല കീരിയും പാമ്പും ഇടയ്ക്കൊക്കെ. പിന്നെ അപ്പുക്കുട്ടൻ്റെ ബസ് കയറ്റിയിടാനായിട്ട് മുകളിലേക്ക് വന്നേ. അപ്പോൾ ഇന്നലെ അവിടെ ഈവനിങ്ങിൽ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 വണ്ടികൾ അപ്പുറം ഇപ്പുറം ഇരിപ്പുണ്ടേ. പിന്നെ ഇന്ന് എനിക്ക് വേറൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട്. കുഞ്ഞാപ്പനെയും കൂടി ബസ് കയറ്റി വിടണം, കാരണം ചേച്ചിയില്ല. ചേച്ചി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോവുക. കുഞ്ഞാപ്പന് 8:30 ബസ് വരുന്നെങ്കിലും 8 മണിയാകുമ്പോഴേ ചേച്ചി അവനെ ഒരുക്കി നിർത്തും. അങ്ങനെ കുഞ്ഞാപ്പൂനെ ബസ് കയറ്റി വിടാൻ മുകളിലോട്ട് പോകണ്ട, ഇവിടെ വീടിൻ്റെ മുമ്പിൽ തന്നെ ബസ് വരും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവർ തമ്മിൽ, അപ്പവും കുഞ്ഞാപ്പും തമ്മിൽ 3 മന്ത് ഡിഫറൻസേ ഉള്ളൂ എങ്കിലും 3 ഇയേഴ്സ് ഡിഫറൻസിലാണ് അവരെ എൻ്റെ വീട്ടുകാർ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാനും എൻ്റെ ചേച്ചിയും കുഞ്ഞിലെ അടി കൂടാറില്ല എന്നാൽ ഇവർ അടി കാണുമ്പോൾ അമ്മ പറയുന്നത്. പക്ഷേ എനിക്കൊരു ഓർമ്മ വെച്ച സമയം മുതൽ ഞാനും എൻ്റെ ചേച്ചിയും നന്നായിട്ട് തല്ലുകൂടാറുണ്ടേ. ദാണ്ട എന്തോ ഒരു കാര്യം മറന്നു, അവനെ എടുത്തുകൊണ്ട് ഓടിപ്പോവുക ചേച്ചി. പിന്നെന്താ, ഞാനും കുഞ്ഞാപ്പും കൂടി ഇന്ന് സംസാരിക്കുക. കുഞ്ഞാപ്പു വലിയ നാണക്കാരനാണേ. അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ബസ് വന്നു, കുഞ്ഞാപ്പിനെ കയറ്റി വിട്ടു. ഇനി കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കണം, ആരുമില്ല. അപ്പോൾ ശരി, ബായ്, കാണാമേ.